ഇന്ന് എന്നെ സംബന്ധിച്ച് ഒരു ടാസ്ക് പിടിച്ച ദിവസം തന്നെയായിരുന്നു. അതാണ് നിങ്ങൾക്ക് ഫേസൊക്കെ വളരെ ഡള്ളായിട്ട് വരുന്നത്. വളരെ ഡള്ളായിട്ട് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേറ്റപ്പാട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കിട്ടോ. ചെറിയ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇപ്പോൾ വീട്ടിൽ കയറിയിട്ടേ ഉള്ളൂ. 9 മണി 9:30 ആയി സമയം. അപ്പോൾ 9:30 സമയമായപ്പം വീട്ടിലെത്തിയപാടക്ക് എനിക്ക് കുളിച്ച് കിടന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം കൂട്ടുപോലെ സൗണ്ട് വരും. അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ വീട്ടിൽ കയറി വന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാളെ സ്കൂളുണ്ട്. ഞാൻ വന്ന പാടക്ക് കിടന്നാൽ അവർ നാളെ രാവിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് എന്താക്കിയെന്ന് വെച്ചാൽ വന്ന പാട് ഡ്രസ്സൊന്നും മാറ്റിയില്ല കേട്ടോ. അതേ അതിൽ തന്നെയാണ്. നേരെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് മസാല അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. മീൻ ഇത് ഇവിടെ ഫ്രഷ് മറ്റേ കഴുകി ഫ്രഷാക്കി വെച്ചിട്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ഇത്രയും മീനൊക്കെ ഇട്ട് കറി വെക്കുമെന്ന്. ഇത് മൊത്തമായിട്ട് കറി വെക്കാനല്ല കേട്ടോ. പകുതി പൊരിക്കുകയും ചെയ്യണം, പകുതി കറി വെക്കുകയും ചെയ്യണം. പൊരിക്കുന്നത് ഇപ്പം പൊരിക്കുന്നില്ല, മസാല പുരട്ടി വെക്കുകയാണ്. ഇതെന്താ മീനെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നാര മക്കളെ, വെച്ചാൽ അടിപൊളി മീനാണ്. പക്ഷെ സ്മെല്ല്, വെക്കുന്നതിൻ്റെ മുമ്പത്തെ സ്മെല്ല് സഹിക്കാൻ പറ്റാത്ത സ്മെല്ല് തന്നെയാണ്. സ്രാവാണ് കേട്ടോ. കണ്ടോ, സ്രാവാണ് സംഭവം. ഇത്രയൊക്കെ മീൻ മേടിക്കണമെന്ന് ചോദിച്ചാൽ ഒരു ഫുൾ സ്രാവുണ്ട്. അപ്പം അവർ പറഞ്ഞു അത് കട്ട് ചെയ്യാച്ചാൽ പകുതിയെങ്കിലും നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടേ ഞാൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സ്രാവിന് വരുന്നത് 550 രൂപയാണ് കിലോക്ക്. ഇത് 750 രൂപയുടെ മീനുണ്ട്. 700 രൂപയാണ് അവർ മേടിച്ചത്. ഇത്രയും മീനുണ്ട്. ഇത് ശരിക്ക് ഒരു മറ്റേ ഇതിൽ പറയുന്നില്ലേ, നമ്മുടെ കോമഡി പറയും പോലെ ഒരു ശരാശരി മനുഷ്യന് ഒരു 2-3 ദിവസം വെക്കാനുള്ള മീനുണ്ട്. അപ്പം ഞാൻ മീൻ കറി വെക്കുന്ന സമയത്ത് കുറച്ചൊന്ന് നീട്ടി വെക്കുക. ഞാനിപ്പോൾ മീൻ കറി വെക്കുക വെച്ചാൽ ഇന്ന് നാളെ രാവിലത്തേക്കും ഉച്ചക്കേക്കും രാത്രിയേക്കും കൂടി ആക്കിയിട്ട് കണക്കാക്കിയിട്ട് വെക്കാമെന്ന് കരുതി. കാരണം എപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ട് വെക്കാൻ എനിക്ക് പറ്റൂല. പിന്നെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഇപ്പം തന്നെ ഉണ്ടാക്കിയ ഫുഡ് വേണം എന്നൊന്നും പറഞ്ഞിട്ട് ആർക്കും അങ്ങനെ നിബന്ധനകളും ഇല്ല കേട്ടോ. അപ്പോൾ സ്രാവ് അത്രയും തോനെ കിട്ടിയപ്പോൾ ഞാൻ കരുതി കുറച്ചൊന്ന് നല്ല എരിവിൽ കറി വെക്കുക. കുടംപുളി ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ ഇവിടെ ചിലർക്ക് കുടംപുളി അത് പിടിക്കത്തില്ല. അതുകൊണ്ട് പുളിയൊന്നും ഇടുന്നില്ല, തക്കാളി തന്നെയാണ്. തക്കാളി കുറച്ച് തോനെ എടുക്കുകയാണ്. കുറച്ച് തോനെ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് പുളി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടും. പിന്നെ ബാക്കി പൊരിക്കാൻ മസാല പുരട്ടി വെച്ചാൽ അവർക്ക് രാവിലെയും രാത്രിയൊക്കെ ആയിട്ട് കുറച്ച് എടുത്ത് പൊരിച്ചു കൊടുത്താൽ മതിയല്ലോ. ഫ്രിഡ്ജിൽ മസാല പുരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അന്നപ്പം മസാല പുരട്ടി കുക്ക് ചെയ്യുന്നതിനേക്കാട്ടിലും ഇരട്ടിയായിരിക്കും. ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടാണ് മസാല, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടാണ് മസാല ചെയ്ത് വെക്കുന്നത്. അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ കാണിച്ച് ചെയ്ത് എനിക്ക് വീഡിയോ എടുക്കാനും കുക്ക് ചെയ്യാനും രണ്ടിനും കൂടി ആവില്ല. പിന്നെ എന്ന് വെച്ചാൽ കിച്ചണൊക്കെ നാശമായി കിടക്കുക. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. പിന്നെ പിള്ളേരാണ് ഈവനിങ് വന്നാൽ എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് തരാം. പക്ഷേ ഞാൻ ഈവനിങ്ങിന് പിള്ളേർ വീട്ടിൽ വന്നതിന് ശേഷം പിള്ളേരെയും കൂട്ടി പിന്നെയും യാത്ര തുടങ്ങിയതാണ്. വീട്ടിലൊന്ന് ജസ്റ്റ് കയറി മക്കളെയും കൂട്ടി അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും എനിക്കൊന്നും കിച്ചൺ വൃത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം ഇതിൻ്റെ റെസിപ്പി ഒന്നും ആർക്കും കാണിച്ചു തരാനൊന്നും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണ്. അമ്മ ഗ്യാസ് അടുപ്പം നോക്കണ്ടട്ട് തുടക്കിയൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പം അതിൻ്റെ താഴെ വൃത്തിയില്ലാത്ത അടുക്കള എന്ന് പറഞ്ഞ് കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, അമ്മയെക്കാളും വലിയ പോരാളി മറ്റാരുമില്ല എന്ന് പറയുന്നത് ഇത്ര സത്യം. എനിക്ക് എമർജൻസി ആയിട്ടൊരു സ്ഥലത്തേക്ക് പോകേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഓടേണ്ടി വന്നു. ഒരു 1/2 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ടാവും. എക്സസൈസ് ചെയ്യാൻ ഡോക്ടേഴ്സും
ജിമ്മിലെ ട്രെയിനറും പറഞ്ഞാൽ കേൾക്കാത്ത ഞാൻ ഹീൽസ് ഇട്ടിട്ട് ഒരു 1/2 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. എനിക്ക് കാലിൻ്റെ മസിൽ കയറിയിട്ടാണ് പറ്റുന്നില്ല. അതിൻ്റെ കൂടെ വണ്ടിയും കൂടി ഓടിച്ചിട്ട് പൊന്നാര ഗായ്സ് പറയണം. അപ്പം ഞാൻ ഈ കറിയൊക്കെ വെച്ചിട്ട് വേണം ഒന്ന് പോയിട്ട് കുളിക്കാൻ. കാരണം സ്ട്രാവായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാലോ, മുഖക്ക് അങ്ങനത്തെ സ്മെല്ലായിരിക്കും. നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം സ്ട്രാവ് ഉണ്ടാക്കാൻ വരിക എന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് തന്നെ. അപ്പോൾ കുളിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ കറി വെച്ച് വെക്കട്ടെ, രാവിലെ അവർക്ക് ക്ലാസ് പോകാനുള്ളതാണെന്ന് കരുതി. അപ്പം അതാണ്. ഓക്കെ, ടാറ്റാ.